ഒരുപാട് വലുതാക്കി വെട്ടണ്ട. അല്ല അടുപ്പിൽ കൊഴേണ്ട ഭാഗത്താണ്. ചെറുതാക്കിട്ട്. അതാണ് അതാണെങ്കിൽ ഇല്ല വെളിയിൽ തന്നെ കത്തിക്കുള്ളൂ. ആ കുട്ടികളൊന്നും വെട്ടില്ല അതുപോലെ. അവരൊന്നുമേ അത് പറഞ്ഞ പഴയ ആൾക്കാരെ പോലെ ഇപ്പോഴത്തെ കുട്ടികൾ വെട്ടുവോ? ഇത് കത്തിച്ചാ മതി. വലിച്ചിട്ട് കിട്ടണമില്ല. നല്ല ബലവും കേട്ടോ, എല്ല് പോലുണ്ട്. നന്നായി ഉണങ്ങിയിട്ടുണ്ടല്ലോ. എന്താ രാജേട്ടാ? എന്താ ചന്ദ്രൻകുട്ടി? ഇതെന്താ ഭാര്യയും ഭർത്താവും കൂടെ മരാമത്ത്? ഇതാ ഇവിടെ വിറക് വെട്ടുക. വണ്ടി പോയില്ലയോ? പോയി. കുറച്ച് പണിയുണ്ടായിരുന്നു നമ്മറില്ലേ, കുറച്ച് വണ്ടി പണിയുണ്ട. ഉച്ച കഴിക്കാൻ വന്നാണോ ചോദിക്കാ? കഴിക്കാൻ വന്നൊന്നുമല്ല, ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു വണ്ടിയില്, വർക്ക്ഷോപ്പിൽ കയറ്റി അങ്ങനെ വന്നു. പണിക്ക് പോയി, അവര് പണിക്ക് പോയി. കുട്ടികളോ? അവരൊക്കെ സ്കൂളിൽ പോയി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാലോ. ഞാൻ ചുമ്മാ കുറച്ച് ദിവസമായിട്ട് നിങ്ങളെ കണ്ടു വെറുതെ വന്നാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറയാ. ഇല്ലല്ലേ വേണ്ട, അപ്പൊ വീട്ടിൽ വെച്ച ബാക്കിയാവില്ലേ? അതിരിക്കട്ടെ. പിള്ളേർക്ക് എന്ത് ചെയ്യണേ? ചെറിയവൻ വർക്ക്ഷോപ്പിൽ പോവാണ്. രാവിലെ അമ്മ ചോറ് വാങ്ങി കൊടുത്തു വിട്ടേ. അത് ശരി. ചെറിയവൻ ഉണ്ടല്ലോ. അതെയാ? അല്ല ഞാന് ഇപ്പൊ പുള്ളിയെ കണ്ടു. ആരെന്നെ കണ്ട്? അല്ലെങ്കിൽ ആ പാർക്കില് അവിടെ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയപ്പോ ചെറിയ മകൻ അവിടെ ഇരിക്കണു. എന്താന്ന് പറയണ്ട. സമ്മേളനമല്ല, ഞാൻ അവിടെ ഇരിക്കണുണ്ട്. അപ്പൊ ഞാൻ എന്താണ് പറയാന്ന് വിചാരിക്കണ്ട. മകനേ പണിയില്ലാണ്ടായപ്പോ അങ്ങനെ വന്ന് പിള്ളേരും കൂടെ ഇരിക്കണ്ട. പിള്ളേരല്ല, ഒരു പെൺകുട്ടിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൻ. പിന്നെ ഞാൻ പറയാം, എനിക്കെന്താ ഭ്രാന്താണ്? കണ്ടുകൊണ്ട് കണ്ടല്ലേ? വെറുതെ പറയുന്ന ആവശ്യമില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ ഞാൻ ഉള്ളത് പറഞ്ഞു. നിങ്ങൾ നാളെ നിങ്ങൾക്ക് വല്ല ദുഷ്പേര് വരണ്ടാവട്ട് പറയാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ ഞാൻ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. എന്റെ മകൻ ചെയ്യില്ല, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ വളർത്തിട്ടുമില്ല നമ്മുടെ മകനെ. അപ്പൊ ഞാൻ കണ്ടത് നോണിയെന്ന വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞങ്ങോട്ട് കേക്കി. ഞാൻ കണ്ണുകൊണ്ട് കണ്ടത് നിങ്ങളായിട്ട് സ്നേഹബന്ധം കൊണ്ട് നാളെ നിങ്ങള് സമൂഹത്തിൽ കുറച്ച് അറിയപ്പെടുന്ന ആളായതുകൊണ്ട് നാട്ടുകാർ നിങ്ങളെ കുറിച്ച് കുറ്റം പറയണമെന്ന് പറഞ്ഞത് നല്ലത് പറയാണ്. നിങ്ങൾ ഇനി ഞാൻ പറഞ്ഞ് വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ കൂടെ വേണ്ടി വരും. ഇനി അവള് ഭൂമിയിൽ പോകേണ്ടി വരും. ഉറപ്പേ ഇല്ല. എനിക്കിത് വെറും പറയുന്നത് ഒരു കാര്യം വിശ്വസിക്കാൻ കഴിയാത്ത അങ്ങനത്തെ ഒരു വൃത്തിയോടെ പണിക്ക് പോകില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു നുണയെന്ന അർത്ഥം. അപ്പൊ ഞാൻ കണ്ടത് നുണയെന്നാ പറയുന്നത്. വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ? ഇതൊക്കെ ക്യാമറ എടുക്കാൻ പറ്റുന്നത് ഞാൻ എന്റെ വില്ലനാ? അതൊന്നുമല്ല. ഞാൻ നിങ്ങൾ അറിയുന്ന ഒരാളായത് കൊണ്ട് ഞാൻ രാജനോട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇനി നോക്കി ഒന്ന് ചോദിക്കും. എന്താ അങ്ങനെ ഒരിക്കലും അവൻ ചെയ്യില്ല. നിങ്ങൾ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്നെ കുറ്റം പറയാം. അത് അന്വേഷിക്കാൻ അത്രേ ഉള്ളൂ. എനിക്കെന്തോ ഉറപ്പില്ല. കണ്ടത് വേറെ ആരെങ്കിലും ആണെങ്കിലോ? കഴിഞ്ഞ ആഴ്ച നേരം വൈകിട്ട് വന്നില്ലേ? കഴിഞ്ഞ ആഴ്ച വൈകുന്നേരം കറക്റ്റ് 7 മണിക്ക് വരാം. അപ്പൊ നമ്മളോട് പണിയുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു. ശരിയായിരിക്കുമല്ലോ, നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല. ഞാൻ 1 2 പ്രാവശ്യം നോക്കി നമ്മുടെ പയ്യൻ. അപ്പൊ ഞാൻ ചന്ദ്രൻകുട്ടി അങ്ങനെ നുണ പറയുന്നത് കാരണം എന്താ വെച്ചാൽ നാളെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശ്രദ്ധിക്കുന്നു പറഞ്ഞോ, അല്ലാണ്ട് ഇപ്പൊ പോയി വന്നോരോ തല്ലാനോ പിടിക്കാൻ നോക്കണ്ട. അത് അന്വേഷിച്ചാൽ മതി. അത്ര കണ്ടത് പറഞ്ഞാണ്. ഇതിലിപ്പോ നമ്മള് നല്ല ദൈവം നമുക്ക് തോന്നിപ്പിച്ചാണ്. എന്താ കാരണം അറിയോ? ചന്ദ്രൻകുട്ടിക്ക് അത് കാണാനുള്ളതെന്ന് പറയണം. ശരി തന്നെയല്ലേ? ഉറപ്പാണല്ലോ. ആണല്ലോ. അവനെ കൊണ്ട് ചോദിച്ചിട്ട് കാണുമ്പോഴേ അല്ല അത് എല്ലാരും നേരം വെളുത്ത 8 മണിക്കാണ് വർഷാപ്പത്തേണ്ടത്. ഇവിടെ നിന്ന് എന്താ പറയുക 6 മണിക്കാ പോവാണ്. അല്ല ഞാൻ അന്ന് ഒരു പ്രാവശ്യം വന്നപ്പോ ചേച്ചി പറഞ്ഞു ചെക്കന് കല്യാണം നോക്കണമെന്നൊക്കെ പറഞ്ഞു. അത് നാളെ അമ്മക്കാർ സൈഡ് നിൽക്കല്ലേ മാന്റെ. അത് ശരി. എന്നെയാ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്ക് പോണ പിന്നാലെ എനിക്ക് പോകാൻ കഴിയില്ലല്ലോ. മക്കൾ ചൊവ്വല്ല പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറയുന്നത് അമ്മക്കാർ പിടിച്ച് എന്നെ പിടിച്ച് നോക്കുകയല്ലേ? എന്തോ നോക്കണ് ഇപ്പോൾ ഒക്കെ അറിയല്ലേ? ദയവ് ചെയ്ത് ആരോടും പറയണ്ട. അതും പറയില്ല. ഞാൻ നിങ്ങൾ നല്ലത് പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കും. അല്ല പെണ്ണ് എന്ത് പ്രായമുണ്ടോ? അതിനൊരു 10-18 വയസ്സേ കാണത്തുള്ളൂ. അത് പഠിക്കുന്ന പറഞ്ഞാൽ തോന്നുന്നു. അതൊക്കെ ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യുക? എന്തെങ്കിലും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസും കൂട്ടൊക്കെ നിങ്ങൾക്ക് ഇന്നലെ വൈകിട്ട് വന്നപ്പോ ചോദിച്ചു എന്താ അത്ര വൈകി ചോദിച്ചപ്പോ എന്താ പറഞ്ഞറിയോ? ഇത് വെട്ടാൻ മാത്രമല്ല ഞാൻ നോക്കാതെ ഇല്ല അങ്ങനെയൊന്നും പറയണ്ട. നൈസായിട്ട് ചോദിക്കും കേട്ടോ. ശരി, നിങ്ങൾ തമ്മിൽ തല്ല നിൽക്കണ്ട. അതിന് എന്നെ പറയുന്നത് ഞാനാണ്. ശരി ഞാൻ പറ്റേ
ആരോടും പറയണ്ട. അതന്നെ ഞങ്ങൾ എനിക്കറിയാം, പറഞ്ഞാ മതി. ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി.